ഹലോ, നമസ്കാരം. എ ടു സെഡ് ബഫല്ലോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പെരുമ്പിലാവ് ചന്തയത്തെ കുറച്ച് വിശേഷങ്ങളാണ്. ഭാഗത്തൊക്കെ വലിയ വലിയ പോത്തുകുട്ടികളും, ഇതൊക്കെ നല്ല നാടൻ പോത്തുകുട്ടികളാണ്. പെരുന്നാളിൻ്റെ ആവശ്യത്തിന് കൊണ്ടുവന്നിട്ടുള്ള പോത്തുകുട്ടികളാണ്. വളർത്താൻ പറ്റിയ പോത്തുകുട്ടികളും ഉണ്ട് ഈ സൈഡിൽ. ഈ ഭാഗത്തൊക്കെ വലിയ വലിയ ഇതൊക്കെ നല്ല നാടൻ കുട്ടികളാണ്. പെരുന്നാളിന് പറ്റിയ 2 വയസ്സ് തികഞ്ഞ നല്ല കുട്ടികളാണ്. കന്നുകളൊക്കെ വന്ന് നിറഞ്ഞിട്ടുണ്ട് ചന്തയിൽ. ഇഷ്ടംമാതിരി ഇറച്ചിമാടുകളും പെരുന്നാളിന് പറ്റിയ ഇറച്ചിമാടുകളൊക്കെ ഉണ്ട്. ഈ ഭാഗത്തൊക്കെ കുറച്ച് കുട്ടികളുണ്ട്, നാടൻ കുട്ടികളാണ്. വളർത്താൻ പറ്റിയതും ഉള്ള കുട്ടികളൊക്കെ ഉണ്ട്. നാടൻ കന്നുകൾ പാടത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് പാടത്തൊക്കെ ഇട്ട് ചെളിയിലൊക്കെ ഇട്ട് വളർത്തി, കാരണം നല്ല രീതിയിൽ ഇറച്ചി കയറിയിട്ടുള്ള പോത്ത് കുട്ടികളാണത്. വന്നുകൊണ്ടിരിക്കണുള്ളൂ. ഏകദേശം ഒരു 8-8:30 ആയിട്ടുള്ള 9-10 മണിയാകുമ്പോഴേക്കും നിറയും. നിൽക്കാൻ സ്ഥലമില്ലാത്ത രീതിയിൽ അത്രയും പേരുത്ത് പോത്തുകൾ വരും. ഇതൊക്കെ നാടൻ കന്നുകൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഒക്കെ 60, 50, 70 ആ റേഞ്ചിലൊക്കെ ചോദിക്കുന്നതാണ് ചെറിയ ഈ നല്ല നാടൻ കന്നുങ്ങൾക്ക്. പെരുന്നാളായതുകൊണ്ടാണ് ഇത്ര വില. പെരുന്നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് വില കുറയും. $50 കുറഞ്ഞ ഒരു നാടൻ കന്ന് പോലും ഇവിടെ കണ്ടില്ല. കാരണം പെരുന്നാൾ ലക്ഷ്യമിട്ടിട്ടാണ് അവർ വളർത്തിയിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ $50 മേലേക്കാണ് എല്ലാത്തിനും ചോദിക്കുന്നത്. ദൈവത്തൊക്കെ ഇഷ്ടംമാതിരി പോത്തും കുട്ടികളെ കെട്ടിയിട്ടുണ്ട്. ഇതവിടെ ഒരു പോത്തും കൊണ്ട് നല്ലൊരു പോത്തുകുട്ടിക്ക് കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നാടൻ കുട്ടികളാണ്. വളർത്താൻ പറ്റുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളർത്താൻ പറ്റും, പക്ഷെ കുറച്ച് ടൈം എടുക്കും നന്നായി കിട്ടാൻ വേണ്ടിയിട്ട്. ഈ കുട്ടികളൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ട് പെട്ടെന്ന് ഒരു കൊല്ലം കൊണ്ടൊക്കെ വിൽക്കാനുള്ള സൈസിലാവണ ടൈപ്പ് കുട്ടികളാണ്. ഒരു കാളനെ കൊണ്ടുണ്ട്. ഇതൊക്കെ പാടം പൂട്ടണതും അങ്ങനെ മത്സരങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പ് കാളക്കുട്ടിയാണത്. കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. $50 പറഞ്ഞു. ഒരു $32 ലാസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. $32 കൊടുത്തിട്ടില്ല. 35-36 ചോദിച്ചു കഴിഞ്ഞാൽ നടക്കുമായിരിക്കും. നല്ലൊരു ടൈപ്പ് കുട്ടികളുണ്ട്. അത് ഒരു കൊല്ലം നോക്കണ്ട, ഒരു 7-8 മാസമൊക്കെ നോക്കി കഴിഞ്ഞാൽ തന്നെ നല്ലൊരു കാശിന് വിൽക്കാനുള്ള മുതലുണ്ട്. നല്ലൊരു എനസാണ്. മുറ ഒറിജിനൽ എന്നൊന്നും പറയാൻ പറ്റില്ല, ക്രോസ് ആണ്. പക്ഷെ നല്ല കുട്ടിയാണ്, നന്നായിട്ട് വളരുന്ന കുട്ടിയാണത്. ഇറച്ചിക്കുള്ള പോത്തുകളൊക്കെ വന്നുകൊണ്ടിരിക്കണല്ലോ, ഇഷ്ടംമാതിരി വന്നുകൊണ്ടിരിക്കണല്ലോ. രണ്ടാൾ തല്ലുകൂടുണ്ട്, ഒരു കൂട്ടുകാരന്മാരാണ്. അത് നോക്കണ്ട. മേടിച്ച് കൊണ്ടുപോകുന്നുണ്ട് കുറേ ഈ ഭാഗത്തു നിന്നൊക്കെ. ഏറ്റവും മേലത്തെ തട്ടിലാണ് ഇഷ്ടംമാതിരി നാടൻ പോത്തുകൾ കൊണ്ട് നിറച്ചിരിക്കുന്നവർ. അത്ര വരും നാടൻ കന്നുകൾ. മേടിക്കാനായാലും വിൽക്കാനായാലും ആൾക്കാർ വരുന്നത് ഏറ്റവും ടോപ്പിലേക്കാണ്. ഈ ഭാഗത്ത് മൊത്തം നാടൻ കന്നുകളാണ്. ആ ഷെഡിലൊക്കെ കുറച്ചെണ്ണത്തിൽ മേടിച്ച് കെട്ടിയതും കുറച്ചെണ്ണം കൊടുക്കാൻ അഴിച്ച് നിരനിരയായിട്ട് കെട്ടാനുള്ളതാണ്. അതുകൊണ്ട് നാടൻ കന്നുകളൊക്കെ ഏറ്റവും ടോപ്പിലേക്കാണ് കൊണ്ടുവരുന്നത് എല്ലാവരും. അത് കാരണം നാടൻ കന്നുകൾ മേടിക്കുന്ന ആൾക്കാർ മൊത്തം മേലേക്കാണ്. ഹരിയാന പോത്തുകളും മറ്റ് ആന്ധ്ര പോത്തുകളൊക്കെ കുറച്ച് താഴെയാണ് വലിയ വലിയ പോത്തുകളെ കെട്ടിക്കണത്. മേലെ ഫുള്ള് ചെറിയ ടൈപ്പ് നാടൻ കന്നുകൾ, 2 വയസ്സൊക്കെ പെരുന്നാൾക്ക് അറക്കാൻ പറ്റിയ ടൈപ്പ് പോത്തുകുട്ടികളൊക്കെ ഏറ്റവും ടോപ്പിലാണുള്ളത്. ഇതൊക്കെ മറ്റേ ഹരിയാന, ആന്ധ്ര, കർണാടക അവിടെ നിന്ന് വരുന്ന പോത്തുകളാണ്. ഇതേവിടെ കുറച്ച് പോത്തുകുട്ടി എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം പ്രായമുള്ള 2 വയസ്സ്, 1.5 വയസ്സ്, 2 വയസ്സൊക്കെയുള്ള വലിയ ഫ്രെയിമുകൾ കൊണ്ട് കെട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നാടൻ പോത്തുകളാണ്, ആന്ധ്ര പോത്തുകളാണ്. ഒക്കെ 70, 80, 90 അതിന് മേലേക്കൊക്കെ ചോദിക്കുന്ന പോത്തുകളാണ് ആ കൂട്ടത്തിലുള്ളത്.
ഇവർ ചോദിക്കണ വിലയൊന്നും നമ്മൾ കൊടുക്കണ്ട, വില പേശി ബാർഗെയിൻ ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ബാർഗെയിൻ ചെയ്ത് നമ്മുടെ ഒരു വിലയ്ക്ക് മേടിക്കാനുള്ള സാധനം ഉണ്ടെന്ന് ഉറപ്പായാൽ മാത്രം നമ്മൾ എടുത്താൽ മതി. അല്ലെങ്കിൽ ഒരാൾ നിർബന്ധിച്ച് എടുപ്പിക്കുകയൊന്നുമില്ല. വേണമെങ്കിൽ എടുത്താൽ മതി. ഇതൊക്കെ വലിയ വലിയ ഫ്രെയിമുകളാണ്. അത് ഇറച്ചിനും കയറാനുള്ളതാണ്. പാടത്തൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് പുല്ല് തിന്ന് ഇറച്ചി കയറാനുള്ള ടൈപ്പ് പോത്തുകളാണ്. ഇതായത് 3 കുട്ടീനെയും കൂടി കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 കുട്ടികൾ കൂടി ചോദിക്കുന്നത് 1.30 1.30 ലാസ്റ്റ് ചോദിച്ച് നിർത്തിക്കുന്നത്. കച്ചവടം ഇപ്പോൾ തന്നെ നടക്കും. ആ ഭാഗത്തൊക്കെ വലിയ വലിയ ഫ്രെയിമുകൾ നിൽക്കുന്നുണ്ട്. അതൊക്കെ ഇനിയും മേടിച്ച് കഴിഞ്ഞാൽ നന്നാക്കാൻ പറ്റിയ ടൈപ്പുകളാണ്. ശരിക്കും പറഞ്ഞ് മേടിക്കുമ്പോൾ അങ്ങനെ തന്നെ മേടിക്കണം. ഒരു 10-40 രൂപ 50 രൂപ ചിലവായാലും അതിനൊരു 6 മാസം നോക്കി 1 രൂപയ്ക്ക് മേലെ കണ്ട. ഇതൊക്കെ ഈ ജാഫ്രാബാദിയിലൊക്കെ ഒരു 50-60 രൂപയുടെ ഉള്ളിൽ 60 രൂപയ്ക്കൊക്കെ ലാസ്റ്റ് കിട്ടും. ഇപ്പോൾ കിട്ടുമെന്ന് അറിയില്ല. പെരുന്നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനത്തേനൊക്കെ അത്ര വിലയ്ക്ക് കിട്ടും. എന്നിട്ട് അതിനെ മേടിച്ചൊരു 6 മാസം നോക്കിയിട്ട് 1 രൂപയ്ക്ക് മേലേക്ക് എങ്ങനെ പോയാലും പോകും. വലിയ പണിയെടുക്കാനില്ല. കാരണം അത്യാവശ്യം നല്ല പച്ചപ്പുല്ലും ചെറിയ കൈത്തീറ്റയും കൊടുത്തു കഴിഞ്ഞാൽ കയറി പറഞ്ഞ ടൈപ്പ് സാധനങ്ങളാണത്. പോത്തുകളൊക്കെ ഇതിപ്പോൾ കച്ചവടമൊക്കെ നടക്കും. കച്ചവടം നടന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ. നല്ല നാടൻ പോത്തുകളാണ്. നല്ല മൂക്കയറൊന്നും കുത്തിയിട്ടില്ലേ. അപ്പോൾ കണ്ടത്തിൽ നിന്ന് ഈ ഭാഗത്തൊക്കെ വലിയ വലിയ മൂരികൾ നിൽക്കുന്നുണ്ട്. ഓങ്കോളിൻ്റെ ഇനത്തിൽപ്പെട്ട മൂരികളാണ്. ഇതൊക്കെ വണ്ടി വലിക്കാനൊക്കെ ഉപയോഗിച്ചേക്കുന്നതാണെന്ന് തോന്നുന്നുണ്ട്. കാരണം മേത്തൊക്കെ അടി കിട്ടി, ചാട്ടേണ്ടൊക്കെ അടി കിട്ടി പാടുകളുണ്ട് കണ്ടോ. അപ്പോൾ അത് വണ്ടി വലിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിച്ച്. സാധാരണ വണ്ടിക്കൊന്നും ഇങ്ങനത്തെ ഉപയോഗിക്കാറില്ല. അതെന്താണെന്നറിയില്ല. നിറച്ച് പാടുകളുണ്ട് മേത്ത് അടി കിട്ടിയതിൻ്റെ. ഇതൊക്കെ ഓങ്കോളിൻ്റെ ഒരു കുട്ടിയാണ്. ഇനിയും നന്നായിട്ട് വലുതാവുന്ന ടൈപ്പ് ഒരു കുട്ടിയാണ്. ഇതിപ്പോൾ ഈ ഭാഗത്തൊക്കെ നാടൻ കന്നുകൾ കൊണ്ട് നിറഞ്ഞു. മേലെ ഏറ്റവും ടോപ്പിൽ രണ്ടെണ്ണം 3 ആയിട്ടാണ് ഓരോ ടീമുകൾ കൊണ്ടുവന്നിരിക്കണേ വളർത്തുന്ന ആൾക്കാർ. കാരണം വിൽക്കുമ്പോൾ നമുക്ക് നല്ലൊരു പൈസ കിട്ടിയില്ലെങ്കിൽ ഏറ്റവും നല്ലൊരു മാർഗ്ഗം പെരുന്നാളുടെ സമയത്ത് ചന്തയിൽ കൊണ്ടുവരുന്നതാണ്. കാരണം ചന്തയിൽ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ പോലും നമ്മൾ ഉദ്ദേശിച്ചേക്കാളൊരു 20 രൂപയ്ക്ക് 10 രൂപ 20 രൂപ മേലേക്ക് നമുക്ക് വിൽക്കാൻ പറ്റും കുറഞ്ഞതിട്ടാ. ഇതൊക്കെ തന്നെ പക്ക നാടൻ പോത്തുകളാണ്. മേലെയും കച്ചവടം നടക്കുന്നുണ്ട്. ഇഷ്ടംമാതിരി വരുന്നുണ്ട്. അതുപോലെ തന്നെ മേടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. പെരുന്നാളെടുത്തുകൊണ്ട് ഇപ്പോൾ നല്ല 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 പോത്തുകുട്ടികളും വലിയ വലിയ പോത്തുകളും വരുന്നുണ്ട്. ഇപ്പോൾ കണ്ട ഈ ആ ഭാഗത്തൊക്കെ നല്ല ഇതൊക്കെ വളർത്താൻ പറ്റിയ കുട്ടികളാണ്. ഇനിയും വലുതാവുന്ന ടൈപ്പ് കുട്ടികളാണ്. ഈ ഭാഗത്തൊക്കെ നല്ല നാടൻ പോത്തുകളൊക്കെ ഉണ്ട്. ഇവിടെ നല്ലൊരു വളർത്താൻ പറ്റിയ കുട്ടീനെ ഒരെണ്ണമുണ്ട്. ഭാഗത്തൊക്കെ പുറത്തുനിന്ന് വന്ന നാടൻ കന്നുകളാണ് ഒക്കെ. ഇതൊക്കെ ഇതേതാണെന്നൊന്നും അറിയില്ല. നല്ല സൂചിക്കൊമ്പ് പുരവരണം നിൽക്കുന്നുണ്ട്. ആന്ധ്രയിൽ നിന്ന് കർണാടകയിൽ നിന്നൊക്കെ വന്നിരിക്കുന്ന പോത്തുകളാണ് അതൊക്കെ. ഇതൊക്കെ ഇനി ഇറച്ചി കയറാനുള്ള ടൈപ്പാണ്. വളർത്താൻ പറ്റിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറച്ചി കയറും. അല്ലാണ്ട് ഹൈറ്റും നീളമൊന്നും ഇനി വെക്കില്ല. അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വളർച്ച. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇതൊരു കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ തന്നെ ഈ ഭാഗത്തൊക്കെ നല്ല നല്ല പോത്തുകൾ. ഇതേപോലെ വലിയൊരു പോത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട്. 1.25 ഇതിന് പറഞ്ഞത്. 1.25 ലക്ഷം രൂപ. ഈ ഒരൊറ്റ പോത്തിന് 1.25 ലക്ഷം രൂപ വില പറഞ്ഞേ. അത്യാവശ്യം നല്ല രീതിയിൽ മിരിയേറിയിട്ടുള്ളൊരു പോത്താണ്. വലിയൊരു പോത്താണ്. വീഡിയോയിൽ എങ്ങനെ കാണണമെന്ന് അറിയില്ല. അത്യാവശ്യം നല്ലൊരു പോത്താണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഒരു അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കേ.